ശ്രീ ആർ വി ബാബു, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് ദേശീയതയുടെ ചിഹ്നത്തെയാണ് ഇപ്പോൾ ഇടത് നേതാക്കൾ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അവഹേളന പരമ്പര തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് വി ശിവൻകുട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആ ഒരു പ്രോട്ടോകോൾ ലംഘനം നടത്തി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം അതിനുശേഷവും ഭാരതമാതാവ് എന്ന ഒരു സങ്കല്പത്തെ അവഹേളിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങേറ്റം ധാർഷ്ട്യം നിറഞ്ഞ ഭാരതത്തോടും ഭാരതീയ സംസ്കാരത്തോടും ഭാരതീയ പൈതൃകത്തോടും ഭാരതീയ സങ്കല്പങ്ങളോടുമൊക്കെയുള്ള അസഹിഷ്ണുതയും വിദ്വേഷവുമാണ് ഈ മന്ത്രിയുടെ നടപടിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചിരകാലമായി തുടർന്നു വരുന്ന ഒരു രീതിയുണ്ട്. അത് ഭാരതീയമായത് എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭാരത് മാതാ സങ്കല്പം എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു നൂറ്റാണ്ട് കാലമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഭാരതമാതാ സങ്കല്പമുണ്ട്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തിൽ ഈ ഭാരതമാതാ സങ്കല്പമുണ്ട്. ഭാരതമാതാവിനെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട്, മുസ്ലിം പ്രീണനത്തിന്റെ ഫലമായിട്ട് കോൺഗ്രസ് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വന്ദേമാതരം വെട്ടിമുറിച്ച് ആദ്യത്തെ 4-5 വരികൾ ചൊല്ലുന്ന രീതിയിലേക്ക് മാറ്റിയത് കോൺഗ്രസ് വർഗീയ പ്രീണനത്തിന് മുട്ടുമടക്കിയതാണ്, അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കിയതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ അനന്തമഠത്തിലെ ആ വന്ദേമാതര ഗാനത്തിൽ ഉൾപ്പെടുന്ന ഒരു രൂപമാണ് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവഹേളിക്കുക വഴി മുഴുവൻ ഭാരതത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഹേളിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ നേതാക്കന്മാരെ അവഹേളിക്കുകയാണ്. മന്ത്രി തന്നെ നേരിട്ട് അവഹേളിക്കുകയാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. എല്ലാ കാലത്തും ഇപ്പോ ശ്രീരാമൻ നമ്മുടെ ഭരണഘടനയിലെ ഒരു മാനുസ്ക്രിപ്റ്റില് ആലേഖനം ചെയ്യപ്പെട്ട ചിത്രമാണ്. കൃഷ്ണൻ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രമാണ്. നടരാജൻ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രമാണ്. ഇതിനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ശ്രീരാമനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ശ്രീരാമൻ എന്ന സങ്കല്പത്തോടുള്ളവരുടെ നിലപാട് എന്താണ്? അപ്പോൾ ഭാരതീയമായ എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളത് കാവിക്കൊടിയോട് മാത്രമുള്ള ഒരു എതിർപ്പായിട്ടും പിന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഏത് ഭരണഘടനയിലാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്? ഏത് പ്രോട്ടോകോളിന്റെ ലംഘനമാണ്? അത് ചൂണ്ടിക്കാണിക്കട്ടെ. പ്രോട്ടോകോളിൽ ഇന്ന വകുപ്പ് അനുസരിച്ചുള്ള ലംഘനമാണ് ഗവർണർ നടത്തിയെന്നുള്ളത് ചൂണ്ടിക്കാണിക്കട്ടെ. അപ്പൊ ഒന്നുമല്ല, മറിച്ച് മുസ്ലിം തീവ്രവാദികളുടെ കയ്യടി നേടാൻ, കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയുടെ കയ്യടി നേടാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന, അതിൽ കോൺഗ്രസും ഒരുപോലെ കക്ഷികളാണ്, അവർ നടത്തുന്ന മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിന് നമ്മുടെ ഭരണഘടന ആ തലവനായിട്ടുള്ള ഗവർണറുടെ പരിപാടി യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് മന്ത്രിയാണ്. ഒരു ഗവർണർ പങ്കെടുക്കുന്ന ഗവർണറുടെ പരിപാടിയിൽ എപ്പോ എത്തണം, എപ്പോൾ പോകാം എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രോട്ടോകോളുണ്ട്. അതിന് വിരുദ്ധമായിട്ട് പരിപാടി തുടങ്ങിയതിനു ശേഷം വൈകി എത്തുക, പരിപാടിയുടെ ഇടയ്ക്ക് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ് പ്രോട്ടോകോൾ ലംഘനം, ഭരണഘടനയോടുള്ള അവഹേളനം. എന്നിട്ട് മന്ത്രി പുറത്തു വന്നിട്ട് ഈ തരത്തിൽ വീമ്പ് പറയുന്നത് ആരെയാണ് മന്ത്രി പ്രീണിപ്പിക്കുന്നത്? അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര്, മന്ത്രിമാരടക്കം ചെയ്തിട്ടുള്ളത്. രാജ്യത്തിന്റെ സംസ്കാരത്തിനും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കുമെതിരെ, സനാതന ധർമ്മത്തെ എതിർത്ത് സംസാരിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോ അങ്ങനെ നടത്തുന്ന ഈ ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ജനങ്ങൾ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു മണിക്കൂറിൽ നമ്മോടൊപ്പം ചേർന്നതിന്. സംസ്ഥാന സർക്കാരും ഇടത് സംഘടനകളും അഴിച്ചുവിടുന്ന ഏത് തരം പ്രതിഷേധത്തെയും തൽക്കാലം അവഗണിക്കും എന്നതാണ് ഗവർണറുടെ നിലപാട്. അതേസമയം മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ വിശദീകരണം തേടാനോ സർക്കാരിന് രേഖാമൂലം പ്രതിഷേധം അറിയിക്കാനോ രാജ്ഭവൻ തയ്യാറാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്.